വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാബറി മസ്ജിദ് നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ ഇസ്ലാമിസ്റ്റുകൾ. 1700 പേരുടെ ഖുറാൻ പാരായണത്തോടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ജനത ഉന്നയൻ പാർട്ടി പ്രസിഡന്റ് ഹുമയൂൺ കബീർ MLA. അതേസമയം ബാബറി മസ്ജിദ് നിർമ്മാണത്തെ എതിർത്ത ദേശീയ പ്രസ്ഥാനങ്ങൾ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ആദ്യം മുതൽ തന്നെ ഈ ബാബറി മസ്ജിദ് നിർമ്മാണത്തിനെതിരെ ഒരുപാട് സംഘടനകൾ രംഗത്ത് വന്നു, അവിടുത്തെ ജനങ്ങൾ രംഗത്ത് വന്നു. എന്നിട്ടും ഈ പാർട്ടി ഇതുമായി മുന്നോട്ട് പോകുകയാണ്. എന്തായാലും ഈ ബംഗാളിലെ ക്രമസമാധാനം അടിമുടി തകർക്കുക എന്നത് തന്നെയാണോ ഇവരുടെയൊക്കെ ലക്ഷ്യം? നന്ദൻ. അശ്വതി, ഹുമയൂൺ കബീർ ഇയാൾ നേരത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇയാൾ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ, അതായത് പശ്ചിമ ബംഗാളിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് അതിനെ പിന്തുണച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളടക്കം അവിടെ ഈ കല്ലടിയിലിന് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് എന്നാൽ അത് വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ളത് പാർട്ടി വിലയിരുത്തി. അതായത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഇതിലൂടെ ഉണ്ടാകും. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി വരുന്നതിനൊപ്പം ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും തൃണമൂൽ കോൺഗ്രസ് വിലയിരുത്തിയത്. ഇതിന് പിന്നാലെ തന്നെ ഈ ഹുമയൂൺ കബീറിനെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. ഇയാൾ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ ഇയാൾക്കൊപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില പ്രമുഖ നേതാക്കളും പോയി എന്നുള്ളതാണ്. മാത്രമല്ല ഇയാൾ പുതിയൊരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിക്കുകയുണ്ടായി, ജനതാ ഉന്നയൻ പാർട്ടി എന്നുള്ള രീതിയിൽ. ഈ പാർട്ടി അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ലേബലിലാണിപ്പോൾ ബാബറി മസ്ജിദ് എന്ന പേരിൽ പശ്ചിമ ബംഗാളിൽ ഒരു കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. 11-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് ഇയാൾ സൂചിപ്പിക്കുന്നത്. ഖുറാൻ പാരായണത്തോടുകൂടി നിരവധി ആൾക്കാരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 1200 പേരുടെ ഖുറാൻ പാരായണത്തോടു കൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഇയാൾ സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ സ്വാഭാവികമായും ഇത്തരമൊരു മന്ദിരം അത് ബാബറി മസ്ജിദ് എന്നുള്ള പേരിൽ വരുമ്പോൾ അത് സംസ്ഥാനത്തെ ക്രമസമാധാനത്തെ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. BJP ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഇത്തരം ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിലോ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിലോ യാതൊരുവിധ തർക്കമില്ല. എന്നാൽ ഒരു വിദേശ അക്രമകാരിയായിട്ടുള്ള ബാബറുടെ പേരിൽ വീണ്ടും ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് അത് അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും BJP ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. ക്രമസമാധാന പ്രശ്നങ്ങൾ ഇതിലെ തുടർന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അശ്വതി. ശരി നന്ദൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വലിയൊരു ക്രമസമാധാനത്തിന് ഭീഷണിയായിക്കൊണ്ടാണ് ബംഗാളിൽ ഈ ഇത്തരത്തിലൊരു നീക്കത്തിന് ഹുമയൂൺ MLA നേതൃത്വത്തിൽ നടക്കുന്നത്. ബാബറി മസ്ജിദ് നിർമ്മാണം ഉടൻ ആരംഭിക്കാനാണ് ഇസ്ലാമിസ്റ്റുകൾ തയ്യാറെടുക്കുന്നത്. നന്ദനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.